സുഹൃത്തുക്കളെ, ഞാൻ ബിജു കുളങ്കര ദ സ്പോട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സെക്കൻഡ് ടി വികൾ പൊളിച്ച് വെക്കുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അത് പേരെന്ന് പറയാമോ? എൻ്റെ പേര് നവാസ്. ഇത് എവിടെ ലൊക്കേഷൻ? എവിടെ? ഇത് ലൊക്കേഷൻ പത്തനംതിട്ട ജില്ലയിലെ പന്തളം. പെട്ടെന്ന് നമുക്ക് ഒന്ന് ഓടി എത്തിച്ചേരാൻ ലാൻഡ്മാർക്ക് ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? അത് സ്ഥാപനം എന്ന് പറഞ്ഞാൽ പന്തളം മന്നം കോപ്പറേറ്റീവ് മെഡിക്കൽ കോളേജിന് സമീപത്തായിട്ട്. എത്ര വർഷമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്? ഇത് കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മൊത്തം സപ്ലൈ ഉണ്ട്. ഇന്ത്യയിലെ മൊത്തത്തിൽ സപ്ലൈ എങ്ങനെ? അത് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണ്. കേരളത്തിൽ ഒരു 135ഓളം ഗ്രൂപ്പുകൾ ഉണ്ട്. അപ്പോൾ അതിൽ ആവശ്യമായിട്ടുള്ള സ്പെയറുകൾ അവർ ഗ്രൂപ്പിലിടും. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെയറുകൾ കൊറിയർ വഴി അയച്ചു കൊടുക്കും, ബൈ കൊറിയർ അയച്ചു കൊടുക്കും. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു സംശയം ചോദിക്കട്ടെ. ഞാനൊരു ടെക്നീഷ്യനാണ്. ചോദിച്ചോളൂ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ താങ്കളുടെ കയ്യിൽ നിന്ന് ഒരു ബോർഡ് പർച്ചേസ് ചെയ്ത് നോക്കുക, കുറച്ച് ദിവസമുള്ള ഡാമേജ് വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത ബോർഡ് തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോയത്. താങ്കൾ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ആ കേസ്? സാർ, നമ്മളത് വർക്കിംഗ് വാറണ്ടിയാണ് കൊടുക്കുന്നത്. മാക്സിമം ഒരു 10 ഡേയ്സ് സാധനം സ്പെയർ കൈ കിട്ടിക്കഴിഞ്ഞ് 10 ദിവസത്തിനകത്ത് സാധനം അത് നമുക്ക് അതിന് ഒരു തിരിച്ച് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് മാറിക്കൊടുക്കും. അല്ലെങ്കിൽ സാധനം സ്പെയർ നമ്മുടെ കയ്യിലില്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇൻ കേസ് അത് അറേഞ്ച് ചെയ്യാൻ കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ക്യാഷ് നമ്മൾ റീഫണ്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ താങ്കളെ സമീപിച്ചത് എനിക്ക് ഒരു സാംസങ്ങിൻ്റെ ഒരു കർവ് ടിവിയുടെ ഒരു സ്പെയർ ആവശ്യമായിരുന്നു. അപ്പോൾ ഞാനത് കമ്പനി സർവീസിലും ഓപ്പൺ മാർക്കറ്റിൽ ലഭ്യമായില്ല. അപ്പോൾ താങ്കളുടെ തോന്നുമ്പോൾ എനിക്കത് കിട്ടി. അപ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ്. ഇപ്പോൾ താങ്കൾ ഇതുപോലെ ഇപ്പം അത്യാവശ്യമായി അല്ലെങ്കിൽ നേരിട്ട് ഒരു ടെക്നീഷ്യൻ ഇവിടെ വരിക, ടി വി കൊണ്ടുവരികയാണെന്ന് നോക്കുക. ടി വി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ആ ടെക്നീഷ്യൻ ആ ബോർഡ് കൊടുക്കുന്നത് എങ്ങനെയാണ്? താങ്കൾ അതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുമോ അതോ? ഒരു ടെക്നീഷ്യൻ വരുവാണെങ്കിൽ ആ ബോർഡ് നമ്മൾ അതിൽ ഫിക്സ് ചെയ്ത് AV HDMI ഇൻപുട്ടുകളെല്ലാം ചെക്ക് ചെയ്ത് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ കൊടുക്കത്തുള്ളൂ. അതല്ല അവരെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ കേസ് പാനൽ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ നമ്മളൊരു കാരണവശാലും അവർക്ക് കൊടുക്കില്ല. ഈ സ്പെയർ നമ്മൾ എടുത്തിട്ട് ഇത് പാനൽ ഡിഫക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് തിരിച്ചു കൊടുക്കും. ഇൻ കേസ് പാനൽ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാനലും റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ പൊതുവെ ഈ മേഖല തകർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് വളരെ ചീപ്പ് റേറ്റിന് ലോക്കൽ അപ്പൊ താങ്കളുടെ ഇത്രയും നാളത്തെ അനുഭവത്തിൽ ഇപ്പൊ ബോർഡ് സ്പീക്കർ, ആവശ്യമുള്ള പവർ സപ്ലൈ, മദർ ബോർഡുകൾ, അങ്ങനെ ഒട്ടേറെ സാധനങ്ങൾ താങ്കൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ താങ്കളുടെ ഈ ബിസിനസ് ഇത്രയും നാളത്തെ ബിസിനസിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ ഇപ്പോഴത്തെ നിലവാരം ഈ ഇത്തരം ബിസിനസ്സുകളും അല്ലെങ്കിൽ ടെക്നിക്കലും മുന്നോട്ട് പോവോ പിന്നോട്ട് പോവോ? അതായത് നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പം. കാരണം ഒന്നാണ് ഈ മാർക്കറ്റിൽ LED TVകൾ വളരെ വിലക്കുറവ് ചീപ്പ് റേറ്റിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ, കസ്റ്റമർ പണിയിക്കുന്നില്ല. സെറ്റുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് പണിയിക്കുന്നില്ല. അവർ പുതിയത് റീപ്ലേസ് ചെയ്തെടുക്കുക, കടയിൽ കൊണ്ടുപോയി. ഇപ്പം 0% ഇൻട്രസ്റ്റിൽ മാർക്കറ്റിൽ പുതിയ TVകൾ കിട്ടാറുണ്ട്. പൊതുവെ വർക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ടെക്നീഷ്യന്മാർക്ക് വർക്ക് കുറയുന്നതനുസരിച്ച് നമുക്ക് സ്പെയറിൻ്റെ മൂവ്മെൻറ്റ് കുറയുകയും ചെയ്യും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് താങ്കളെ വീട്ടിൽ വരുന്നത്, സ്പെയർ വാങ്ങാൻ വരുന്നത്. അപ്പോൾ താങ്കൾ ഇതിനു മുമ്പ് പൈസ ഗൂഗിൾ പേ ചെയ്ത് തരും, അല്ലെങ്കിൽ എനിക്ക് സാധനം അയച്ചു തന്നതിന് ശേഷം ഇട്ട് കസ്റ്റമർക്ക് കൊടുത്തതിന് ശേഷം ഒരു മാസം കഴിഞ്ഞൊക്കെ ആയിരിക്കും താങ്കൾക്ക് പൈസ. പക്ഷെ ഇന്നിപ്പം എനിക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ട ഒരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പൊ ഞാനിതൊരു വ്ളോഗ് ചെയ്യാതെ ഉദ്ദേശത്തോടെയാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഒരു കാര്യം താങ്കൾ മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് കമന്റുകൾ വരും. അപ്പൊ താങ്കളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും അപ്പം ഏത് രീതിയിലുള്ള കമൻറ്റ് വന്നാലും, ഒരുപക്ഷെ താങ്കളുടെ ശത്രുക്കൾ പോലും താങ്കൾ ട്രോളാൻ ഫേക്ക് ഐഡിയ ആയിട്ട് വന്നേക്കാം. അപ്പം അതിനെയൊക്കെ ആ മെന്റാലിറ്റിയിൽ കാണാനുള്ള ഒരു മനസ്സോടെ ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ട്. തീർച്ചയായിട്ടും നമുക്ക് ഒരു നാണയത്തിന് 2 വശങ്ങളുണ്ടല്ലോ സാർ. നെഗറ്റീവ് വശമുണ്ട്, പോസിറ്റീവ് വശമുണ്ട്. എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വന്നെങ്കിലല്ലേ പോസിറ്റീവ് വരത്തുള്ളൂ. മനസ്സിലായില്ലേ? എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് നമ്മൾ. ഓക്കെ, ശരി. അപ്പോൾ താങ്കളുടെ നമ്പർ ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുത്തേക്കാം. തീർച്ചയായിട്ടും. അപ്പം എന്തെങ്കിലും സ്പെയർ ആവശ്യമുള്ളവർ അദ്ദേഹത്തെ നേരിട്ട് കോൺടാക്ട് ചെയ്യുക. ഞാനിതിന് മീഡിയേറ്റർ അല്ല, ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു.